ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന മോഡലാർ കിച്ചൺ നമ്മൾ മാക്സിമം ചിലവ് കുറച്ച് ചെയ്തൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അത് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ എത്ര രൂപ വരും എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം പ്രൊഫൈലും അതേപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റുമാണ്. ഇനി അലൂമിനിയം പ്രൊഫൈലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള KG ഉള്ള സെക്ഷൻ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഈ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സയുടെ 1017 എന്ന കോഡ് നമ്പർ വരുന്ന കളറാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ കളറൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കോഡ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ ചെയ്തെടുത്തൊരു ക്രോക്കറി ഷെൽഫാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഒരു ചോരക്കൂട് ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് വെട്ടിലിൻ്റെ കനം ഏകദേശം ഒരു 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഉൾക്കനം വന്നിരുന്നത്. അത് ക്ലയൻറ്റിന് പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 ഇഞ്ചും കൂടി ഫ്രെയിം തള്ളിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 12.5 ഇഞ്ചിൻ്റെ മേലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ ഇത് ധാരാളമാണ്. അപ്പോൾ ആ റേഞ്ചിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്കാണിത്. ഇത് നമ്മളൊരു ഡ്രസ്സിങ് ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അടിവശം നമ്മളൊരു ബോക്സ് പോലെ ആക്കി അതിൻ്റെ മേൽവശം നമ്മൾ ചുമരൊക്കെ ഒന്ന് പാനൽ ചെയ്തെടുത്ത് ടോപ്പിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെവലിൽ ഒരു ടോപ്പും കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൂമിനിയത്തിൽ ചെയ്യാൻ പോകുന്ന ഈ മോഡലാർ കിച്ചൺ ചെയ്യുന്നൊരു ഏരിയ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി തന്നൊരു ഏരിയ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എനിക്കുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ പരിപാടി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മേൽവശത്ത് ബോക്സ് വരുന്നുണ്ട്, നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് ബോക്സൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ് കഴിഞ്ഞാൽ നേരെ ബോക്സുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ കാണുന്ന ഫ്രെയിമുകളൊക്കെ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഷോപ്പിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടാണ് ഇവിടെ വരാറ്. അപ്പോൾ അത്രയും വർക്ക് നമുക്ക് സൈറ്റിൽ വന്നാൽ കുറയും. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിം കംപ്ലീറ്റ് 1.4x1 ഫ്രെയിമാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും അടിവശത്ത് ബോട്ടത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത് 3x1 സെക്ഷനാണ്. ഈ 3x1 കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 3 ഇഞ്ച് മേലോട്ട് പൊന്തിയിട്ടാണ് അതിൻ്റെ ഡോറ് നിൽക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കാലൊന്നും പോയിട്ട് ഡോർമ പോയിട്ട് വരതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റേതായൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആ ബോക്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ബോക്സൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉൾവശത്ത് ഒരുപാട് കുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രോവറിന് വേണ്ടി കൊടുക്കുന്ന കുത്തുകളാണ്. പിന്നെ മേൽവശത്തുള്ള കുത്തുകളൊക്കെ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കുത്തുകളാണ്. അപ്പോൾ ഇതിൽ ഇനിയും കുറച്ച് കുത്തുകൾ വരും. നമ്മൾ ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെ നമുക്ക് അതിൻ്റെ കുത്തുകൾ വരും. പിന്നെ അതേപോലെ ഈ സിങ്കൊക്കെ കൊടുക്കുന്ന ഭാഗത്തും അതിന് സപ്പോർട്ടിങ്ങിനായിട്ട് കുത്തുകൾ വരും. അത് ലാസ്റ്റ് സമയത്താണ് കൊടുക്കാറ്. അതേപോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു വർക്കാണ് ക്രോക്കറി ഷെൽഫിൻ്റെയും കൂടി. അപ്പോൾ ഈ ക്രോക്കറി ഷെൽഫിന് നമ്മൾ ഈ ഒരു ഏരിയ നോക്കൂ. അതായത് ഇതിൻ്റെ ആകെ തള്ളിച്ച് അതിൻ്റെ ഉൾവശം നമുക്കൊരു 7.5 ഇഞ്ചൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്ലേറ്റൊക്കെ വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 ഇഞ്ച് കൂടി തള്ളിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കബോർഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തൊരു വേസ്റ്റ് പിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രോവറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കത്തി, സ്പൂൺ അങ്ങനെയുള്ള ഐറ്റംസുകളാണ് കൂടുതലായിട്ട് വെക്കാൻ പറ്റുക. പിന്നെ അതിൻ്റെ അടിവശത്തായിട്ടൊരു പ്ലേറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ബോട്ടിൽ പുൾ ഔട്ട് വെക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്രയും ആക്സസറീസ് മാത്രമേ നമ്മളിതിൽ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബോക്സിലാണ് നമ്മൾ മേൽവശത്തുള്ള ബോക്സിലാണ് പിന്നെ ആക്സസറീസുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കിട്ടുന്ന രീതിയിൽ കുറച്ച് തട്ടുകളും, പിന്നെ നമുക്കിതിൽ ഗ്യാസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗം അവിടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമലി അതിൻ്റെ ഉള്ളൊരു തട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അടിവശം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ.
പിന്നെ ഇവിടെ മേൽവശം നമുക്ക് ചെറിയ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിനാണ്. അങ്ങനെ അതിൽ തട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബോക്സിൽ മാക്സിമം തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പ്ലേറ്റ് ട്രേ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ യൂണിറ്റാണ് ശരിക്കും ഇതിൽ വരിക. അപ്പോൾ ഒരു ട്രേ ഗ്ലാസ് ട്രേയും കൂടി ഇതിൽ വരണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഹൈറ്റ് ആകെ 20 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പ്ലേറ്റ് ട്രേ മാത്രമാക്കി അടിയത്തെ ഒരു ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വീഴുന്ന വെള്ളം കംപ്ലീറ്റ് ആ ട്രേയിലോട്ട് വീഴും. അത് നമുക്ക് ഈ സിങ്കിലോട്ട് ഒഴിച്ച് കളയാം കേട്ടോ. അതിനുള്ളൊരു സെറ്റപ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഇത് കേട്ടോ. ഇനി നമുക്കിതിൽ എത്ര രൂപ ബഡ്ജറ്റായി നോക്കാം കേട്ടോ. അപ്പോൾ മേലത്തെ ബോക്സ്, അതേപോലെ അടിയത്തെ ഏരിയ, ഇതിൻ്റെ മേലെ ഇട്ട ഗ്രാനൈറ്റ്, പിന്നെ സിങ്ക്, അതേപോലെ ആക്സസറീസ് എല്ലാം പാടെ നമുക്ക് 88,000 രൂപയാണ് ഇതിന് മൊത്തം പണിക്കൂലി അടക്കം നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ വർക്കിൽ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുള്ളൂ. ഒരു ബോട്ടിൽ പുൾ ഔട്ട് വരുമ്പോൾ തന്നെ അതിന് നമുക്ക് ഏകദേശം ഒരു 4,000 രൂപ അടുത്ത് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, കട്ട്ലറി ആണെങ്കിലും പ്ലേറ്റ് ട്രേ ഒക്കെ ആണെങ്കിലും 3,000 രൂപയുടെ അടുത്ത് ഒന്നിന് സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ചാർജ് വരുന്നുണ്ട്. പിന്നെ വേസ്റ്റ് ബിന്നാണെങ്കിൽ ഒരു വേസ്റ്റ് ബിന്ന് 2,800 3,000 രൂപയുടെ അടുത്ത് അതിനും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആക്സസറീസുകൾ എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമുക്ക് റേറ്റ് കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ആക്സസറീസുകളും നമ്മൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റുകളൊക്കെ കൂടി വരും. എന്തായാലും നമ്മൾ അതൊക്കെ നോക്കിയിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഹിഞ്ചസ് ആയിക്കോട്ടെ ഒക്കെ SS-ൻ്റെ സോഫ്റ്റ് ക്ലോസർ ഹിഞ്ചസാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെക്സ എന്ന ബ്രാൻഡിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു വാഷ് ഏരിയ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് ആണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ നമ്മൾ ഈ ക്രോക്കറി ഷെൽഫ് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് കൂടുതലും അലൂമിനിയം കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ തള്ളിച്ച കൂടുതലായതുകൊണ്ട് 4 ഇഞ്ചിൻ്റെ സെക്ഷനാണ് തള്ളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടേജിൽ നമ്മൾ 1.25 സെക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉൾവശത്തൊക്കെ തട്ടടിക്കാൻ അലൂമിനിയം ഫ്രെയിം അടിച്ച് അതിൻ്റെ ഉള്ളിലാണ് PVC ലാമിനേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിവശത്തെ ഡോറുകൾക്ക് PVC ലാമിനേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേലത്തെ ഡോറിന് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ മേൽവശം നമ്മൾ ഗ്ലാസ് തട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോറുകൾ മേലത്തെ ഡോറുകൾ ഗ്ലാസ് ഡോറാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഗ്ലാസിൻ്റെ തട്ടുകൾ വരുന്നത് 10 mm തട്ടാട്ടോ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പല ആളുകളും പറയുന്നൊരു പ്രശ്നമാണ്, ഒരു ഫാബ്രിക്കേഷൻ വന്നിട്ട് അളവെടുക്കുന്ന സമയത്ത് ഒരാൾ ഒരു റേറ്റ് ആകും പറയുക, മറ്റാൾ വേറെ റേറ്റ് ആകും പറയുക. അത് അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ചെറിയ വേരിയേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെറ്റീരിയലും ചിലപ്പോൾ മറ്റാൾ ഒന്നും കൂടി വേറെ ഐഡിയയിലാവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ചിലവർ കൂടുതൽ അലൂമിനിയം വെച്ചിട്ടാവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അപ്പോൾ ചിലവർ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അലൂമിനിയം കുറച്ചിട്ട് വേറെ രീതിയിൽ ഐഡിയക്കൊക്കെ ചെയ്യുന്ന സമയത്ത് റേറ്റ് നമുക്ക് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഒരു ലെങ്ത്തിന് തന്നെ ഏകദേശം 500-550 രൂപ ഒരു ലെങ്ത്തിന് ചാർജ് വരുന്നുണ്ട്. ആ റേറ്റ് ഞാൻ പറയുന്നത് 1.25 അത് 4 ഇഞ്ചൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 950, 1200, 1300 റേറ്റ് വരുന്നുണ്ട് ഒരു ലെങ്ത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നല്ല വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കർ ചീന്താൻ വേണ്ടി വന്നപ്പോൾ അവർ എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് വൃത്തിയാക്കിയ ഒരു വീഡിയോ ഉണ്ടത്. അപ്പോൾ നമ്മൾ ഫൈനലി വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷിങ് ഇങ്ങനെയാണ് കേട്ടോ വരിക. ഈ വീട്ടിൽ ചെയ്തൊരു മറ്റൊരു വർക്കാണ് ഈ വാൾഡ്രോപ്പ്. അപ്പോൾ ഈ ഒരു വാൾഡ്രോപ്പിൻ്റെ ഒരു ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണില്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ചെയ്ത ഒരു മോഡലാണിത്. അതേപോലെ നമ്മൾ ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കളറ് വുഡ് കളറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചന്ദന കളറിൽ ഒരു മാർബിൾ ഡിസൈൻ ടൈപ്പ് കളറാണ് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാൾഡ്രോപ്പിൽ എടുത്തു പറയേണ്ട മെയിനായിട്ടുള്ളൊരു ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടേജിലുള്ള ഔട്ടർ ഫ്രെയിമാണ് കേട്ടോ. അത് വീതി കൂടിയ സെക്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ സെക്ഷൻ്റെ ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഡോറ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ ഡോറിൻ്റെ ചട്ടം നമ്മൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിമിൻ്റെ ചട്ടം നമ്മൾ വുഡ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാൻഡിൽ പ്രൊഫൈലാണെങ്കിൽ, അതായത് ഡോറിൽ വരുന്ന ഹാൻഡിൽ പ്രൊഫൈലാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഹാൻഡിൽ പ്രൊഫൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏത് വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ അലൂമിനിയം ഫ്രെയിം വെച്ചിട്ട് ഫുൾ റാക്ക് അടിച്ച് അതിൽ PVC ലാമിനേഷൻ ഷീറ്റ് വെച്ചിട്ടാണ് തട്ടടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ചാനൽ കിടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അത് കയറിയിട്ട് കാണാം കേട്ടോ. ഇനി പറയാനുള്ളത് ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വാൾഡ്രോപ്പിൽ ഡ്രസ്സിങ് ഏരിയ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ വീട് പണി ചെയ്യുമ്പോൾ തന്നെ അവരുടെ പ്ലാനിങ്ങിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് ഒരു സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ റൂമിലൊന്നും ഡ്രസ്സിങ് യൂണിറ്റ് സെപ്പറേറ്റ് ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്ത് വേണ്ട, സെപ്പറേറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ടും ഒരു ഫൈബർ ഡോറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഡോറാട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം അതിൻ്റെ കട്ടിലൊക്കെ അത്യാവശ്യം വീതിയുള്ളൊരു ഡോറാണ്. അത് നമ്മൾ ബെഡ്റൂം ഡോറാണെങ്കിലും ബാത്റൂം ഡോറാണെങ്കിലും കബോർഡിൻ്റെ ഒക്കെ ഒരു കളർ ഏകദേശം മാച്ചായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ സിമ്പിളായിട്ടൊരു വാൾഡ്രോപ്പും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേറെ വർക്കുകളും ഇതൊന്നുമില്ല. സിമ്പിളായിട്ടാണ് ഒരു 3 ഡോറ് കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലെ തട്ടടിച്ച രീതി ഒന്ന് കാണിച്ചു തരാം. മാക്സിമം നമ്മൾ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് റാക്ക് അടിച്ചിട്ടുള്ളത്. അതിലൊരു 2 പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് തൂക്കാനും പിന്നെ സാരി ഐറ്റംസുകളൊക്കെ തൂക്കിയിടാനും ഒരു ഗ്യാപ്പ് അവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഉള്ളിൽ സെപ്പറേറ്റ് നമ്മളൊരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. അത് 3 വാൾഡ്രോപ്പിൽ നമ്മൾ സെപ്പറേറ്റ് ലോക്കർ കൊടുത്തിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് ലോക്കർ. എന്തായാലും ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് കൂടുതലായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കിടിലം വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.